ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉണ്ണിക്കാറ്റ് ഇനി വരാൻ പോകുന്ന ആരാന്നറിയോ? നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കാനായിട്ട് ശരിക്കുള്ള ക്യാറ്റിന്റെ അത്ര ഉള്ള ഒരാൾ വരാൻ പോവാ. അതെ, നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് ആണ്. യെസ്, ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ കുറുമ്പിക്കുട്ടി കുറുമ്പിക്കുട്ടി എസ്തർ കുട്ടി കുറുമ്പിക്കുട്ടി കുറുമ്പിക്കുട്ടി എസ്തർ കുട്ടി കുരു 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 കുറുമ്പേ. കുറുമ്പിയാണോ? അല്ല, ആ ചേട്ടൻ പറയുന്നുണ്ടല്ലോ കുറുമ്പി എന്ന് ആ പാട്ടില്. ചുമ്മാ പറയുന്നത് അതൊക്കെ. അത് ആരാ ചേട്ടനെ കൊണ്ട് അങ്ങനെ പാടിപ്പിച്ചേ? ഇഷ്ടപ്പെട്ടോ? കുറുമ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയ്യോ, ഇത് സുന്ദരി ഉടുപ്പാണല്ലോ. ഇതെനിക്ക് ഇവിടുന്ന് ഇന്റർമോക്സോ? അയ്യോ, നല്ല രസമുണ്ട് ഈ നല്ല ബോക്കെ രസമുണ്ട്. താങ്ക് യു. പാട്ട് ഏതാണ്? ഇപ്രാവശ്യം ദേവരാജൻ മാസ്റ്റർ പാട്ടാണ് പാടാൻ പോകുന്നത് എസ്തർ കുട്ടി. സുശീല നമ്മുടെ ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ. ആഹാ, പാട്ടാ പാടും. ഉർവശി ചമയെന്നൊരു അല്ലേ? അതെ, ഇനി നന്നായിട്ട് പാടണേ, സൂപ്പർ ആയിട്ട് പാടണേ. ക്വാർട്ടർ ഫൈനലാണേ, യെസ്. അറിയാമോ അതെന്താ സാധനം? എന്താ സാധനം ഈ ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ? ഒരു പേര് എനിക്കറിയില്ല എന്താ ക്വാർട്ടർ ഫൈനൽ. എന്ത് ക്വാർട്ടർ ഫൈനൽ? അത് അറിയാത്ത നല്ലത് നിങ്ങൾ അല്ലേ? അത് ശരിയാ. എന്ത് വേണമെങ്കിലും ഞാൻ പാടും. അതെ, ഓക്കെ, പാടിക്കും. അത് ചുമ്മാ ഒരു പേര്. ഓക്കെ, നമ്മുടെ ക്വാർട്ടർ ഫൈനലില് എസ്തർ കുട്ടി മത്സരിക്കാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് എസ്തർ കുട്ടിന് വോട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് എസ്തർ ബേബി. താങ്ക് യു. ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ, ഉർവശി ചമയുന്നൊരു ചന്ദ്രലേഖേ. ഉഷയെവിടെ സഖി ഉഷയെവിടെ, ഉഷസ്സെവിടെ. ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ, ഉർവശി ചമയുന്നൊരു ചന്ദ്രലേഖേ. ഉഷയെവിടെ സഖി ഉഷയെവിടെ, ഉഷസ്സെവിടെ. ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ, ചിത്രലേഖേ. അനിരുദ്ധൻ വന്നുവോ, അരമനയിൽ ചെന്നുവോ, അനുരാഗ വിവശനായി നിന്നുവോ, ആരോരോ മറിയാതെ മോഹിച്ചു നിന്നുവോ. അസുലഭ നിർവൃതിയിൽ ആലിംഗനങ്ങളാൽ ആപാദചൂടം പൊതിഞ്ഞുവോ, അവൾ ആപാദചൂടം പൊതിഞ്ഞുവോ. ഉദയഗിരിക്കോട്ടയിലെ ചിത്രലേഖേ, ഉർവശി ചമയുന്നൊരു ചന്ദ്രലേഖേ. ഉഷയെവിടെ സഖി ഉഷയെ
ജസ്റ്റ് വൺ ഓഫ് ദി ക്യൂട്ടസ്റ്റ് പെർഫോമൻസ് അല്ലേ? കാണാനും കേൾക്കാനും. ഇപ്പൊ എനിക്ക് വിളിക്കാൻ തോന്നുന്ന വാക്ക് ഏതെന്ന് അറിയാമോ? ക്യൂട്ടി പൈ. യെസ്, ആഹാ, ശരിക്കും മൈ ഗോഡ്, വാട്ട് ടാലന്റ്. നമസ്കാരം. പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മുടെ ടോപ്പ് സിംഗറിലെ കുഞ്ഞു 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 കുട്ടിയാണ് നമ്മുടെ എസ്തർ കുട്ടി. അപ്പൊ എനിക്ക് അച്ഛനോട് അമ്മയോട് ചോദിക്കാറുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേണി? സത്യം പറഞ്ഞ മോള് ഇത്രയും വരെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ വീട് ആലുവയിലാണ്, ഞങ്ങൾ വന്നത് 2 വീലറിനാണ്. ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ മഴയാണ്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വരാൻ ഇവളെ മഴക്കോട്ടൊക്കെ ഇടിച്ച് അങ്ങനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നത്. പിന്നെ ഒഡിഷനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് 1 വർഷത്തോളമായി. നമുക്ക് കൊച്ചിൻ്റെ ഒരു ഭാവിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ജോലി പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ടോപ്പ് സിംഗറിൽ കിട്ടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ വന്നിട്ടും കിട്ടിയില്ല. ഈ തവണ അവൾ ഒത്തിരി പ്രയത്നിച്ച് കൂടുതൽ ഞങ്ങൾ അവളുടെ കാര്യം ഞങ്ങൾ നോക്കിയുള്ളൂ. അവളെ എത്തിക്കാവുന്നിടത്ത് വരെ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയും ഈ ക്വാർട്ടർ വരെ എത്തുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടുത്തെ ഗ്രൂമേഴ്സും എല്ലാവരും ഒത്തിരി മോക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാണ് ചെയ്യണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒഡീഷൻ തുടങ്ങിയ കാലം മുതൽ എനിക്കൊരു കുട്ടിയും കൂടി ഉണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പം അന്ന് അവൻ ഇതിലും ചെറുതാണ്, തീരെ പൊടിയാണ്. അപ്പോൾ എനിക്കും ജോലിക്ക് പോകാൻ പറ്റണില്ല, ഹസ്ബൻഡിന് പോകാൻ പറ്റില്ല. അപ്പോൾ സജി പറഞ്ഞ് ജോലി വേണ്ട, കുഴപ്പമില്ല, നമുക്കിത് കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും നോക്കാമല്ലോ, മോളുടെ ഭാവിയാണ് നമുക്ക് വലുത്. അപ്പം ഞാൻ തന്നെ, സജി തന്നെയാണ് എല്ലായിടത്തും കൊച്ചിനെ ഒഡീഷന് കൊണ്ടുപോകണതും. ഇപ്പോൾ ഇങ്ങനെ ഗ്രൂമിങ്ങിന് അവിടെ നിന്ന് ഇവിടം വരെ 2 വീലറിനാണെങ്കിലും വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. 2 ഷൂട്ടൊക്കെ അടുപ്പിച്ച് വന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട്, പൈസയൊന്നുമില്ല ആ സമയത്ത്. ഇപ്പോൾ ഉടുപ്പ് മേടിക്കാനാണെങ്കിലും നമ്മളിപ്പോൾ ഓരോ റൗണ്ട് വരുമ്പോഴോ അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ചെറിയൊരു മെഷീനുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കട്ട് പീസൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ തയ്ച്ചിട്ടാണ് ഇവിടെ പല റൗണ്ടിനും ഇട്ടിരുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നില്ല, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇപ്പോൾ 2 ഷൂട്ടൊക്കെ അടുപ്പിച്ച് വന്ന സമയത്ത് ഇതേപോലെ നല്ല മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പം മോളെയും കൊണ്ട് യാത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടുത്തെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ നമുക്ക് പോയി വരാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്ക് കാറിന് കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒരു ഊബർ വിളിച്ച് കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അമ്മയാണ് അന്ന് പൈസ തന്ന് റൂം എടുക്കാൻ സഹായിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റി. പിന്നെ വരുമ്പോൾ ഓരോ റൗണ്ട് വരുമ്പോൾ ദൈവമേ നാളത്തേക്ക് ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ പുള്ളിക്ക് ജോലിയില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് നമുക്ക് സ്പോൺസർ ചെയ്താൽ അങ്ങനെ കിട്ടും. പിന്നെ ഇവിടെ ഉള്ള കുട്ടികളുടെ ആരുടെയെങ്കിലും അങ്ങനെ പഴയ ഏതെങ്കിലും തന്നിട്ട് അത് ചെറുതാക്കി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ റൗണ്ടൊക്കെ ഇങ്ങനെ ഇത്രയും വരെ എത്തിയത്. അങ്ങനെയാണ്. ഇനി നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. ചിലപ്പോൾ ഇവള് ഇവിടം വരെ എത്തണമെന്നുള്ളത്. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇവിടം വരെ അവൾ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എത്തി. പിന്നെ ജഡ്ജിമാരുടെ ആ ഒരു പ്രാർത്ഥന അനുഗ്രഹവും എല്ലാം അവൾക്കുണ്ട്. സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. സജി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടം വരെ എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അവള് ക്വാർട്ടറിന് കയറി. കൂടുതലും പ്രയാസം വന്നത് എനിക്ക് ജോലി 1 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല, അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ വിജി പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ എൻ്റെ അവസ്ഥ അറിയാവുന്ന കുറച്ച് പേരുണ്ട് പേഴ്സണലായിട്ട്. അവരൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ തന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ പാരൻസ് 2-3 പേര്, എന്നെ അറിയാവുന്ന 2-3 പേര്, വ്യക്തിപരമായി അറിയാവുന്ന പേര്, അവരും സഹായിച്ചിട്ടുണ്ട്. ഈ മകൾ എന്ന് പറയുമ്പം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ വരദാനമായിട്ട് വന്നിട്ടുള്ള മകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കുറേ ബുദ്ധിമുട്ടുകളും ചലഞ്ചസും ഒക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളിലൊക്കെ തന്നിരിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ മോളെ വേറൊരു പ്രഭയിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൻ്റെ തുടക്കമായിട്ട് ടോപ്പ് സിംഗർ സീസൺ 6 എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ജീവിതം കണ്ടത് ആ ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോള് നിങ്ങളെ പ്രൗഡാക്കും. മോളുടെ സംഗീതം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ട്രഷറായിട്ട് മാറും തീർച്ചയായിട്ടും. അങ്ങനെ വരട്ടെ, അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനകളാണ്. സജി ഇന്ന് പാടി കേട്ടില്ലേ, വാട്ട് എ റെംബിഷൻ, മൈ ഗോഡ്. ഓരോ നിമിഷവും ഞാനിങ്ങനെ അത്ഭുതത്തിലായിരുന്നു. നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എസ്തർ കുട്ടിയെ നോക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല.
അത്രയ്ക്ക് അത്ഭുതമായിരുന്നു. താങ്ക് യു. എന്ന് പറഞ്ഞാൽ ഈ പാട്ടിലൊരു രാഗഛായ ഉണ്ട്. ഈ രാഗഛായ, ആ രാഗം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് അത് തൊടാനെങ്കിലും പറ്റുന്നത്. പക്ഷെ ഇവിടെ എസ്തർ കുട്ടി തൊടുകയല്ല, അതിൻ്റെ ഹൃദയത്തിൽ തൊടുകണം. അതെങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈശ്വരൻ എന്ന് ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഗോഡ്സ് ഫേവറേറ്റ് ചൈൽഡാണ്. ആഹാ, ആ ചരണത്തിന്റെ അവസാനം പാടിയ ഹമ്മിങ് ഒക്കെ ഇല്ലേ, ഗൗതം ഗംഭീർ. ആ മറ്റേ ചോദ്യങ്ങളുണ്ടല്ലോ, അനിരുദ്ധൻ ആരാണെന്ന് ഒരു പിടിയില്ല. പക്ഷെ അനിരുദ്ധൻ വന്നുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരാൾ വന്നുവോ എന്ന് നമുക്ക് തോന്നും. അത് മാത്രമല്ല ചോദിക്കുന്നുണ്ട്, വന്നുവോ ഇങ്ങനെ ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു അത്? അനിരുദ്ധൻ വന്നുവോ? വന്നുവോ? ആ, അടുത്തത് വേറെ ആര് വന്നു? മതമനയിൽ ചെന്നുവോ? ഓഹോ, എന്റെ അമ്മേ. ആ, ഇനി അടുത്തത് അനുരാഗ വിവശനായി നിന്നുവോ? ആരോരോ അറിയാതെ മോഹിച്ചു നിന്നുവോ? അസുലഭ നിർവൃതി. ഓ, അസുലഭ നിർവൃതി എന്നൊക്കെയാണ് പാടണം കേട്ടോ. ആ, എന്താണ് അസുലഭ നിർവൃതി, എന്ത് നിർവൃതിയോ എന്ത് പരിപാടിയോ ഒരു പിടിയില്ല. പക്ഷെ അസുലഭ നിർവൃതി എന്ന് പറയുമ്പോൾ നമുക്കെന്തോ അസുലഭമായിട്ടുള്ള ഒരു നിർവൃതി കിട്ടുന്നുണ്ട്. അത് ഗംഭീരാണ്. പിന്നെ ഉദയഗിരി കോട്ടയിലെ അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ, ഫസ്റ്റ് ലൈനിൽ തന്നെ അമ്പരപ്പിച്ചു. ഫസ്റ്റ് ലൈനിൽ അതാണ് അമ്പരിപ്പിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ്. അതൊന്ന് പഠിക്കേ, ആ സംഗതി ഒട്ടും ഈസി അല്ല. ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖേ, ഉർവശിച്ചമയുന്നൊരു ചന്ദ്രലേഖേ, ഉഷയെവിടെ ആ. സഖി, ഉഷയെവിടെ, ആ. ഉഷസെവിടെ? സബാഷ്. താങ്ക് യു. കതിരിടും ലജ്ജയുമായി എന്നൊക്കെ പാടും. എന്തായിരുന്നത്? കതിരിടും ലജ്ജയുമായി കാമസ്വരൂപനി, കാർക്കൂന്തൽ കൊണ്ടു മറച്ചുവോ? മറച്ചോ എന്നാണ് ശരിക്കും, മറച്ചു വെച്ചോ എന്നുള്ളതാണ്. കാർക്കൂന്തൽ കൊണ്ട്, ആ മുടി കൊണ്ട് ഇങ്ങനെ മറച്ചോ എന്നൊക്കെ തോന്നുന്നത്. കാർക്കൂന്തൽ എന്താണോ ആർക്കറിയാം. കതിരിടും ലജ്ജ എന്ന് പറഞ്ഞ എന്താണ്? ലജ്ജ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നാണം. ലജ്ജ ഉണ്ടോ? പാടുമ്പോ ഒരു നാണവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് പാടേണ്ട രീതിയിൽ പാടിയിരിക്കും. അതല്ലെങ്കിൽ അത് എസ്തർ കുട്ടി അല്ല, ആ രീതിയിലാണ്. ചെറിയ സഭാഷ് എന്നല്ല, സബ് 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 സഭാഷ് അങ്ങനെ പറയണം. ആഹാ, ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ പറയണം. അതെ, ശരിക്കും ഒരു അൺയൂഷ്വൽ ആണ്. ദൈവത്തിന്റെ ചില സ്പെഷ്യലായിട്ട് ബ്ലെസ്സിങ് കിട്ടിയ ഒരു മോളാണത്. അതിന് ശരിക്കും അച്ഛനും അമ്മയും തമിഴ് പറയും കൊടുത്തു വെച്ചിരിക്കണം എന്ന് പറയും. ഇങ്ങനത്തെയൊക്കെ ഒരു മോളെ കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയിരുന്നു. സോ ശരിക്കും നമ്മൾ ഓരോ ലൈനും എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസിലേക്ക് ആ മോളെ പോയിട്ട് അത്രയും ഭംഗിയായിട്ട് പാടുന്നത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അത്രയും അതിഗംഭീരമായിട്ട് പാടിയത്. ബ്യൂട്ടിഫുൾ മോളെ, എന്തൊരു രസമായിരുന്നു. ഞാൻ ഓരോ ലൈനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫാന്റാസ്റ്റിക്, ഫാബുലസ്, അത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഡീറ്റെയിലും മോളെ കുഞ്ഞി കൈ വെച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. വളരെ മനോഹരമായിരുന്നു മോളെ, ബ്യൂട്ടിഫുൾ, ഒന്നും പറയാനില്ല. ഇനി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇനി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റട്ടെ. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ്. എസ്തർ ബേബിയുടെ ആ പ്രോഗ്രസ് ആണ് ശരിക്കും ഗ്ലുമ്മ് തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പാടി തുടങ്ങുമ്പോൾ. സാ പറയാൻ കിട്ടില്ല, രാ പറയാൻ കിട്ടില്ല. അപ്പൊ ആ പ്രോഗ്രസ് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു 1 ഇയറിൽ ഒരാൾക്ക് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ അതിന്റെ അറ്റമാണ് എസ്തർ ബേബിയുടെ പ്രോഗ്രസ്. ബ്യൂട്ടിഫുൾ ആയി പാടി എസ്തർ കൂട്ട, നല്ല സുന്ദരമായി പാടി. ഫോൾസെറ്റോയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നത്, ആ ചെസ്റ്റ് വോയിസ് എന്ന്, അത് ഒളികണ്ണാൽ താരകൾ കണ്ടു ആ രംഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഫോൾസെറ്റോയിലോട്ടേക്ക് സ്വിച്ച് ചെയ്യുക. അത് എസ്തർ ബേബിക്ക് അറിയും കൂടെ ഇല്ല അത് ഫോൾസെറ്റോ ആണ് പാടുന്നത് എന്നുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല ഫീല്, മിടുക്കിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പൊന്നെ. താങ്ക് യു. ഇന്ന് മോൾക്ക് ഈ മനോഹരമായി പാടിയന് എത്രയും മാർക്കെന്ന് അറിയോ? 99.5 out of 100. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ എസ്തർ കുട്ടിയാണ്. ഉണ്ണി അങ്കിൾ, വെൽക്കം. എനിക്ക് തോന്നുന്നത് ഈ മോളെ
ഇത്രയും വലിയൊരു പ്രതിഭ ഈ മോളനെ ഇത്രയും വളർത്തി പാട്ടിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇത്രയും എത്തിച്ച അവളുടെ പാരന്റ്സ് ആണ് ഈ ഇത് കൊടുക്കേണ്ടത്. ഓക്കെ, രണ്ടുപേരും ആയോ, രണ്ടുപേരും വെൽക്കം. എത്ര സാക്രിഫൈസ് ആണ് അല്ലേ ഈ മോളെ ഇങ്ങനെ പാടിക്കാൻ. നിങ്ങൾക്കാണ് ഇതിനുള്ള അവകാശം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഈ മോള് ഒരു വലിയ ഗായികയായിട്ട് വളരട്ടെ. അപ്പൊ ചേട്ടാ ചേച്ചി ഒത്തിരി ഹാപ്പി ആണെന്ന് എനിക്കറിയാം. കുറച്ച് കൂടുതൽ സന്തോഷത്തിന് വേണ്ടി നമുക്ക് 2 ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, എല്ലാ കാര്യവും വേഗം സോൾവ് ആവട്ടെ, എല്ലാം വേഗം മാറട്ടെ. ആൻഡ് എസ്തർ കുട്ടിക്ക് പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു 3 പേർക്കും. താങ്ക് യു. ഉണ്ണി അങ്കിൾ സ്പെഷ്യൽ താങ്ക്സ്. ഗോഡ് ബ്ലെസ് മോളെ. താങ്ക് യു. ബൈ. ബൈ.